ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ദേ ഞങ്ങൾ തിരിച്ച് പഞ്ചാബിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഞാനും അച്ഛനും അമ്മയും പാർക്കുട്ടനും കുഞ്ഞാവയും കൂടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രുദ്രക്കുട്ടൻ്റെ ഫസ്റ്റ് ജേർണിയാണ്. അവൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. പക്ഷേ അവൾക്ക് അന്നത്തെ ദിവസം തന്നെ കുറച്ച് പനിയും ഒക്കെ അതുകൊണ്ട് അവൾ ആകെ ടയേർഡായിരുന്നു. അവൾ മറ്റേ ഫ്ലൈറ്റിൽ കയറിയിട്ട് കിടന്നങ്ങ് ഉറങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ പാറക്കൂട്ടന് ഈ പ്രാവശ്യം സൈഡ് സീറ്റ് തന്നെ കിട്ടി. പാറക്കൂട്ടൻ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റിൽ ഒരു കിടന്നങ്ങ് ഉറക്കമായിരിക്കും. പിന്നെ ഏകദേശം അവിടെ എത്താറാകുമ്പോഴത്തേക്കാണ് പാറക്കൂട്ടൻ എഴുന്നേക്കാറ്. ഈ പ്രാവശ്യം പാറക്കൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റു, എന്നാൽ പോലും കൂടുതൽ നേരം കിടന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഇതൊക്കെ സെക്കൻഡ് ടൈമാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ രുദ്രക്കുട്ടന് ഒട്ടും വയ്യ, അതുകൊണ്ട് രുദ്ര അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അടുപ്പിച്ച് സീറ്റ് കിട്ടിയെങ്കിലും ഞങ്ങളുടെ അടുത്തൊക്കെ സീറ്റ് വേക്കൻ്റ് ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരുന്നു. പിന്നെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ നോൺ വെജും വെജും ഫുഡുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഫൈനലി പഞ്ചാബിലല്ല, നമ്മൾ ഡൽഹിയിലാണ് ഫസ്റ്റ് എത്തിയത്. ഡൽഹി എയർപോർട്ടിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പാറക്കൂട്ടന് ഓൾമോസ്റ്റ് അച്ഛനെ കാണാനായിട്ട് അച്ഛനെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ നമ്മുടെ രുദ്രക്കുട്ടനെയും കൊണ്ട് അതിലേക്ക് നടക്കുകയാണ്, അവൾ കരയാതിരിക്കാൻ വേണ്ടി. അവൾക്കൊരിത്തിരി ക്ഷീണമുണ്ട്, അതുകൊണ്ട് അവളെയും കൊണ്ട് അതിൽ നടക്കുകയാണ്. ഇനി ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് യാത്ര പഞ്ചാബിലേക്ക്, നമ്മൾ താമസിക്കുന്ന മൊഹാലിയിലേക്ക് യാത്ര തുടങ്ങി. ഇത് ഹരിയാനയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് എക്സ്പ്രസ് ഹൈവേ വഴിയാണ് നമ്മൾ മൊഹാലിയിലേക്ക് പോകുന്നത്. ഇനി ഒരു 5 മണിക്കൂർ നേരത്തെ ട്രാവലിംഗ് ഉണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ മൊഹാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മാർച്ച് 22 രാവിലെ 7 മണിക്കായിരുന്നു. ഏകദേശം വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ പഞ്ചാബിലെത്തി. അങ്ങനെ നമ്മുടെ രുദ്രക്കുട്ടൻ ആദ്യമായിട്ട് നമ്മുടെ പഞ്ചാബിലെത്തി. പാർക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ഒക്കെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എത്തി. നമ്മൾ ഇനിയിപ്പോൾ പഞ്ചാബിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.